ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നൊരു അടിപൊളി തേങ്ങ വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും അറിയാമെന്നറിയാം. എന്നാലും നമ്മൾ അത്ര വലിയ എക്സ്പേർട്ട് അല്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. സാമ്പാറൊക്കെ വല്ലപ്പോഴും അല്ലേ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാമെന്ന് വെച്ച് ഞാൻ കുറച്ച് കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സാമ്പാർ നമ്മൾ ഉച്ചക്കേക്കാണ് ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ ബാക്കിയുണ്ട് രാവിലെ ഇഡ്ഡലിയോ അതേപോലെ ദോശയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാമെന്ന് വെച്ചത്. അപ്പോൾ ആ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാനിതവിടെ ഒരത്യാവശ്യം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും അത് വിറകടുപ്പിലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലേ. അതിനോട് തന്നെ നമ്മൾ ഇതാക്കുന്ന ഒരു ഉരുളിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ചിരകി വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതേപോലെ ഒരു ചെറിയ കഷ്ണം കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെങ്ങൾ വീട്ടിൽ വന്നാൽ പെങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കറിയാണ് സാമ്പാർ. അപ്പോൾ പെങ്ങൾ എപ്പോഴും പറയും എന്നോട് സാമ്പാർ ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ ഉണ്ടാക്കി കൊടുത്തത് നല്ല ഇഷ്ടമാണ് കേട്ടോ. തള്ളാന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞതിനെ കൊണ്ടൊന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചതാണേ. അപ്പം ഞാനിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പം ഞാനൊരു ചെറിയൊരു അത്യാവശ്യം ഈ ഒരു വലുപ്പത്തിലുള്ള പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതാ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ടല്ലോ. അത് ഞാൻ എന്ത് ചെയ്യാണ്, കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുമല്ലോ. അപ്പം നമ്മൾ പൊരിക്കാരനല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ കുക്കറിലിട്ട് കഷ്ണങ്ങളൊക്കെ ഒറ്റ വിസിലടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെ തേങ്ങ അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരിത്തിരി വെള്ളം പോലും ചേർക്കാതാണ് കേട്ടോ അതാ ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തത്. നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിലുള്ള ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ആ ഒരു വെളിച്ചെണ്ണ കൂട്ടിയിട്ട് തന്നെയാണ് നമ്മൾ അരിച്ചെടുക്കേണ്ടത് കേട്ടോ. വെള്ളം ചേർത്താൽ സാമ്പാറിൻ്റെ കളർ തന്നെ മാറിപ്പോവും കേട്ടോ. അപ്പം ഞാൻ ആ ഒരു തേങ്ങ വറുത്ത ആ ഒരു ചട്ടിയിലേക്ക് തന്നെ നമ്മൾ വേവിച്ച സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണേ. തക്കാളി അധികം വേവില്ലാത്തതുകൊണ്ട് ഞാൻ കുക്കറിൽ ഇട്ടിട്ടില്ല കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. ഇനി ഞാൻ വേറൊരു പാത്രത്തിൽ ഞാൻ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെ. പരിപ്പ് കാണുമ്പോൾ ഭയങ്കര വലിപ്പമുള്ള പരിപ്പ് കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ ഇത് സാമ്പാറിൻ്റെ പരിപ്പ് തന്നെയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ നമ്മുടെ സാമ്പാറിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്തരച്ച് വെച്ചില്ലേ തേങ്ങ, ആ തേങ്ങയും കൂടി നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറുത്തരച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ചൂടുവെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത് കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ടൈറ്റിലാണ്. ഇപ്പോൾ ഇതന്നെ ഇനിയും കുറുകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈറ്റിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തൂമിക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കടുകും അതേപോലെ കുറച്ച് ചെറുതായി കട്ട് ചെയ്ത ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിന് ശേഷം കുറച്ച് ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതെന്ത് ചെയ്യാണ്, നമ്മൾ ഉണ്ടാക്കി വെച്ച സാമ്പാർ ഇതാക്കണം ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. അതിലേക്ക് നമുക്ക് ഈ വറവിട്ട് എന്ത് ചെയ്യുക, ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു സ്മെല്ലും അതേപോലെ അടിപൊളി ടേസ്റ്റുള്ള ഒരു സാമ്പാറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയോണ്ട് പറയാമെന്ന് കരുതണ്ട, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.